ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തതെന്ന്. ഹിസ്റ്ററി പറയുന്നത് ഈ സെയിം സ്റ്റോക്ക് ഇതേ കണ്ടീഷനിൽ ഇതേ സ്കാൻ ടൈപ്പിൽ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും സ്കാനറിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വന്നിരുന്നൊരു സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സ്റ്റോക്കുകൾ കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഇടിഞ്ഞിട്ട് പോലും ഈ സ്റ്റോക്കുകൾ അപ് ട്രെൻഡിലായിരുന്നു. അതുപോലെ തന്നെ സ്കാനറിൽ നിങ്ങൾക്ക് MTF അല്ലെങ്കിൽ FNO അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസൈഡർ ബൈ സ്റ്റോക്കുകൾ മാത്രമായും കൂടാതെ വോളിയം ബേസ്ഡ് ആയും ഈസിയായി ഫിൽട്ടർ ചെയ്യാം. അടുത്ത് വരുന്ന ഒരു സ്കാനറാണ് ഇൻട്രാഡേ. ഇൻട്രാഡേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് പെട്ടെന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി. നമ്മുടെ ഈ ഇൻട്രാഡേ സ്കാനറിലും 4 ലെവൽ ഇൻട്രാഡേ ലെവൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായും എക്സിറ്റ് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് ഈ ലെവലിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇൻട്രാഡേ സ്കാനറിൽ നമുക്ക് ഇൻസൈഡർ ബൈ ഫിൽട്ടർ ഉപയോഗിച്ച് തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്തി ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേ സ്കാനറും സ്വിംഗ് സ്കാനറും ലൈവ് ആയതുകൊണ്ട് തന്നെ രണ്ടിലും നമുക്ക് ഒരു ബെൽ അലേർട്ട് നോട്ടിഫിക്കേഷനും ഈ വിൻഡോയിൽ തന്നെ വരുന്നതാണ്. ഇൻട്രാഡേ ട്രേഡുകൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രം എടുക്കുന്നതാണ് വിന്നിംഗ് പ്രോബബിലിറ്റി കൂട്ടാനുള്ള ഒരു ബെസ്റ്റ് ട്രിക്ക്. ഇൻട്രാഡേ ട്രേഡുകൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രം എടുക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെ നിഫ്റ്റി ട്രെൻഡ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് എന്താണ് കറക്റ്റ് ട്രെൻഡ് എന്ന് നോക്കി മാത്രം ഈസിയായി നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന ഗുണം എന്നത് ഈ കാണുന്ന നിഫ്റ്റിയുടെ ചാർട്ട് മൾട്ടി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം.